നമ്മളങ്ങനെ വീണ്ടും വന്നിരിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ കോളേജിൽ നിന്ന് പരീക്ഷ കഴിഞ്ഞിട്ട് വരുന്ന വഴിയാണ് വീണ്ടും പഠിക്കാനായിട്ട് വന്നതാണ്. ഞാൻ ഇന്ത്യയല്ല, ഞാനിവിടെ പുറത്തൊരു രാജ്യത്താണുള്ളത്. അപ്പോൾ ഇവിടുത്തെ പഠന രീതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. നമുക്ക് സ്ട്രെസ്സൊന്നുമില്ല, നമ്മളിങ്ങനെ ഒരുപാട് നിർബന്ധവും പരിപാടികളൊന്നും ഇല്ല. പരീക്ഷയായിരുന്നു. പരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നേരത്തെ തന്നിട്ടുണ്ട്. 5 ക്വസ്റ്റ്യൻ അതിനകത്ത് 3 എഴുതിയാൽ മതി. അങ്ങനെ നമുക്ക് ഭയങ്കര ഓക്കെയാണ് നമ്മൾ പരീക്ഷ ചെയ്തത്. അപ്പോൾ അങ്ങനെ പരീക്ഷ ചെയ്ത് നമ്മൾ തിരിച്ച് വീട്ടിൽ പോകാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുക. ഞാനിവിടെ ഒരു 3 മാസമായി വന്നിട്ട് 3 മാസം കൊണ്ട് എൻ്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വ്യാഴവും വെള്ളിയും ക്ലാസ്, അത് കഴിയുമ്പോഴത്തേക്കും 2 ദിവസം പാർട്ട് ടൈം ജോലിയൊക്കെ ആയിട്ട് 2 ദിവസം, പിന്നെ 3 ദിവസം കറക്കം. ഇതൊക്കെയാണ് എൻ്റെ ഇവിടുത്തെ ജീവിത രീതി ഇപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പുതിയ രാജ്യം, പുതിയ രീതികൾ, പുതിയ കാലാവസ്ഥ, പുതിയ ഫുഡ്, പുതിയ കൾച്ചർ എല്ലാം നല്ല രസമുണ്ട്. അപ്പോൾ ഇനി മുതൽ നമുക്ക് ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വീഡിയോയിൽ കാണാം. വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു 2 മിനിറ്റ് നടന്നൊരു ബസ് സ്റ്റോപ്പ് വരും. ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു 10 മിനിറ്റ് ബസ്സിലിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ മെട്രോ സ്റ്റേഷനിലെത്തി മെട്രോയിൽ കയറി ഒരു 45 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ കോളേജിൻ്റെ മെട്രോ സ്റ്റോപ്പിലെത്തും. അവിടെ നിന്ന് വീണ്ടും ഒരു 10 മിനിറ്റ്, മൊത്തത്തിൽ ഒരു 1 മണിക്കൂർ 50 മിനിറ്റ് എടുക്കുന്ന പരിപാടിയാണ് ഈ കോളേജിലോട്ട് വരിക എന്നുള്ളത്. ഇതാണ് ഇന്നത്തെ ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത്. നല്ല തണുപ്പുണ്ട്, കൈയൊക്കെ ഇങ്ങനെ മരവിച്ചിരിക്കുക. പരീക്ഷ എഴുതി കഴിഞ്ഞുള്ള എൻ്റെ ബാക്കി പത്രങ്ങൾ ഈ കാണുന്നതൊക്കെ 2 ഡിഗ്രി 3 ഡിഗ്രി ഒക്കെയാണ്. പക്ഷേ കാറ്റടിച്ചിട്ട് ഫീൽസ് ലൈക്ക് -4 -3 അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാലാവസ്ഥ വരുന്നത്. ചെറിയൊരു ചാറ്റമഴ, നല്ല കാറ്റും. അതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ കാലാവസ്ഥ. ആ കാണുന്നതാണ് മെട്രോ സ്റ്റേഷൻ. അവിടെ മുകളിൽ നമുക്ക് ഈ റോഡ് ക്രോസ് ചെയ്യണം. ക്രോസ് ചെയ്താൽ നമുക്ക് ചുമ്മാ ഒന്നും ക്രോസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ നിന്ന് ഇങ്ങനെ ക്രോസ് ചെയ്ത് ഓരോ റോഡ് ക്രോസ് ചെയ്ത് പോകണം. ക്രോസ് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ ഈ റോഡ് മൊത്തത്തിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇവിടെ പച്ച എത്തിയപ്പോഴത്തേക്ക് നമ്മളിത് റോഡ് ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് വന്നു. ഇനി അടുത്തതിൽ നമ്മൾ ഞെക്കണം. അങ്ങനെ ഓരോന്നിലും നമ്മൾ ഇങ്ങനെ കുത്തി വേണം റോഡ് ക്രോസ് ചെയ്യാനായിട്ട്. നമ്മുടെ ഒരു മെട്രോ അവിടെ ഇപ്പോൾ വന്ന് നിൽപ്പുണ്ട്. നല്ല തണുപ്പ്, നല്ല കാറ്റ്, നല്ല കാലാവസ്ഥ. ഈ കാണുന്നതാണ് നമ്മുടെ മെട്രോ സ്റ്റേഷൻ, കോളേജിൻ്റെ മെട്രോ സ്റ്റേഷൻ. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാം. എനിക്ക് പാസ് ഉള്ളത് കൊണ്ട് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നില്ല, ഫോണിൽ പാസ് എടുക്കുന്നുണ്ട്. ഒരു മാസത്തേക്ക് 90 രൂപ ഉണ്ട്. അതായത് 9000 രൂപയാണ് ഒരു മാസത്തെ നമ്മുടെ ട്രാവൽ എക്സ്പെൻസ് വരുന്നത്. നിൽക്കുന്ന കിളിയൊക്കെ ഉണ്ടോ? പണ്ട് ഇന്ത്യ ഓസ്ട്രേലിയ കളിയൊക്കെ നടക്കുമ്പോഴത്തേക്ക് ഓസ്ട്രേലിയയിലെ പിച്ചുകളിൽ ചില കിളികൾ ഇങ്ങനെ പറന്ന് കിടക്കാറുണ്ട്. പന്തൊക്കെ വന്ന് തട്ടിയിട്ട് കിളിയൊക്കെ ഇങ്ങനെ താഴെ കിടക്കുന്ന ചില സംഭവങ്ങൾ പണ്ട് നമ്മൾ ജീവിക്കാതെ കണ്ടിട്ടുണ്ട്. ആ പക്ഷിയാണ് സീകൾ. അവിടെ എവിടെയൊക്കെ എന്തൊക്കെയോ കൊത്തിപ്പറക്കി തിന്ന് പോകുന്ന വഴിയാണ്. ഇപ്പോഴത്തെ കാലാവസ്ഥ വെച്ചിട്ട് ഇവിടെ രാവിലെ ഒരു 8:30-9 മണിയാകുമ്പോഴത്തേക്ക് സൂര്യൻ ഉദിക്കും, ഒരു 3:30 ആകുമ്പോഴത്തേക്കും അസ്തമിക്കും. ഇതാണ് പരിപാടി. അപ്പോൾ അത്രയും സമയം മാത്രമേ പകലുണ്ടാകത്തുള്ളൂ. ഇപ്പോൾ 2:30 മണിയായി. നമ്മുടെ ഭാഗത്ത് ഏകദേശം ഒരു 5-6 മണിക്ക് ഇങ്ങനെ സൂര്യനൊക്കെ പോയിട്ട് നിൽക്കുന്ന ഒരു അന്തരീക്ഷം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ പരിപാടിയിട്ട് നമുക്ക് കാണാം.